അലീനയെ പുറത്താക്കാൻ വന്ന റീത്തയും അലീനയുടെ മുൻപിൽ മുട്ടുമടക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, റീത്തയുടെ മനസ്സിലാണെങ്കിൽ അലീനയെ പുറത്താക്കണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. വലിയ നാണക്കേടോ വലിയ കാര്യങ്ങളോ അപമാനമോ ഒന്നും തനിക്കും തൻ്റെ കുടുംബത്തിനും ഉണ്ടാകാൻ പാടില്ലെന്നേ റീത്ത ചിന്തിക്കുന്നുള്ളൂ എന്ന് കാണാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അലീനയെ ഒഴിവാക്കി കഴിഞ്ഞാൽ പകുതി സമാധാനമായി എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അലീനയെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് റീത്താമ്മ കടന്നു വരുന്നത്. സ്റ്റാലിനോടാണെങ്കിൽ റീത്താമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നീ ആരോടും ചോദിക്കാതെ നിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ശരിയായില്ല എന്നാണ് പറയുന്നത് എന്ന് കാണാം. ഇതേ സമയം നമ്മുടെ റീത്തയുടെ അടുത്ത് ആര് പറയുന്നുണ്ട്, സ്റ്റാലിൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു റീത്തെ, എൻ്റെ മോളെ എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല. അനാഥാലയത്തിലേക്ക് തള്ളാനായിട്ട് ഇനിയും എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവളെ ഞാൻ ഏറ്റെടുത്തത്. നീ ഒരു തവണ കണ്ടു നോക്ക്. അവളെ പുറത്താക്കണമെന്ന് ആദ്യം തന്നെ അപ്പച്ചൻ വന്ന് പറയുകയും പിന്നീട് അവളെ കണ്ടതിന് ശേഷമാണ് അപ്പച്ചൻ്റെയും മനസ്സ് മാറിയത് എന്ന് പറയുകയാണ്. ഒടുവിൽ അലീനയെ കണ്ടതും നമ്മുടെ റീത്തയുടെയും മനസ്സ് മാറുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, കൂട്ടുകാരെ, റീത്തയും അലീനയുടെ മുമ്പിൽ കീഴടങ്ങി.